ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ രാവിലെ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഇതേ കുഞ്ഞാപ്പി ഫ്രണ്ടില് എൻ്റെ മടിയിലിരിപ്പുണ്ട്, അച്ചുണ്ട്, കിരീട്ടൻ വൈവയുണ്ട്, പുതിയ പുറകിലുണ്ട്, അമ്മായി ഉണ്ട്, അമ്മയുണ്ട്. അപ്പം ഞങ്ങളിന്ന് ഞായറാഴ്ച എല്ലാവരും ലീവല്ലേ, അപ്പോൾ ഇന്ന് ഫുൾ അമ്പലങ്ങളിലൊന്ന് പോയി. കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട്. അപ്പോൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോകാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം പോണത് തൃപ്രങ്ങോട് അമ്പലത്തിലാട്ടോ. അപ്പോൾ നമുക്ക് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മഴവില്ല് കണ്ടു. കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാം, ചെറുതായിട്ട് കാണാം. നന്നായി സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം കേട്ടോ. നല്ല അന്തരീക്ഷം, നല്ല മഴയുണ്ട്, വെയിൽ വരുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് നിൽക്കണം. മഴ ചാർന്നുണ്ട്, മെല്ലെ മെല്ലെ മാഞ്ഞു തോന്നുന്നു. നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതേ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ അവിടെയാണ് അമ്പലം കേട്ടോ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇറങ്ങട്ടെ. കിരീട്ടന് പോണം എന്ന് പറഞ്ഞിട്ട് ഉണ്ണി കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ഉണ്ണി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഉണ്ണി എവിടെയാ വന്നേക്കണേ? ഉണ്ണി എവിടെയാ വന്നത്? ഓ നല്ല ചന്തണ്ടല്ലേ. സൂക്ഷിച്ച് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതു പോകുന്നു കേട്ടോ. ഞങ്ങള് ചായ കുടിച്ചത് അമ്പലത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അത് കാരണം കൊണ്ട് ഞങ്ങള് വീഡിയോ എടുത്തില്ല. ഉപ്പുമാവും പിന്നെ നെല്ലിക്കച്ചാറും കട്ടൻ കാപ്പിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് ചായ കുടിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതാ ഞങ്ങള് തിരിച്ചു പോയാണ്. ഇനി അടുത്ത് നമ്മൾ പോണത് ഗുരുവായൂർ പോകട്ടോ. ഇതാ അപ്പു പിന്നിലുണ്ട്, അച്ഛനെ ഞാൻ പിന്നിലേക്ക് തട്ടിട്ടു. അങ്ങനെ നമ്മള് ഗുരുവായൂർക്ക് എത്തി. അത് ഭയങ്കര പോസിറ്റീവ് ഫീലിംഗാ ഗുരുവായൂർ വരുമ്പോ. അപ്പു അച്ഛനും ആടുജീവിതത്തിലെ പാട്ടാട്ടോ പാടിക്കൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആടുജീവിതം സിനിമ ഞങ്ങളിവിടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു അമ്പലത്തിൽ നിന്ന്. അതിന് ശേഷം ഇവിടുന്ന് സിനിമ കണ്ടിട്ട് ആണ് വീട്ടിലേക്ക് തിരിച്ചു പോയത്. അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കിയതാണ് അവര്. നല്ല തിരക്കാന്ന് തോന്നുന്നു. ഞായറാഴ്ചയല്ലേ, നല്ല തിരക്കാണ്. ഉണ്ടോ ആകെ ബ്ലോക്കാണ്. ഭയങ്കര തിരക്കാ. ഒരുപാട് കല്യാണങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. ഞായറാഴ്ചയല്ലേ, നല്ല തിരക്കാണ്. നല്ല തിരക്കുണ്ട്. തിരക്കിന്റെ ഇടയിൽ അച്ചോട്ടൻ നോക്കുന്നുണ്ട്. ഞാൻ എന്തൊക്കെ പരിപാടികളാണ് ഒപ്പിക്കേണ്ടെന്നുള്ള ചിന്തയിലാ തോന്നുന്നു. കൃഷ്ണ അനുരൂ ഞങ്ങൾ ഗുരുവായൂർ പോയി വന്നു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ക്ഷീണമായിരുന്നു. കുറച്ച് പനിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം കൊണ്ടാ തോന്നുന്നു.
ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് യാത്ര ചെയ്തപ്പോൾ. അപ്പം ഞങ്ങളും പിന്നെ വന്നിട്ട് ഞങ്ങൾ ഗുരുവായൂരിൽ ഭക്ഷണം കഴിച്ചിട്ടോ. പിന്നെ അവിടുന്ന് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് പിന്നെ അധികം വീഡിയോസൊന്നും എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ പിള്ളേർ തീരെ സമ്മതിക്കില്ല എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്നും. അപ്പോൾ ആകെ ബുദ്ധിമുട്ടിക്കായിരുന്നു. അങ്ങോട്ട് ഓടിട്ട് ഒരാളെ പിടിക്കുമ്പോൾ ഒരാൾ ഓടും. അപ്പോഴേക്കും ചെറുതിന് വാശി പിടിക്കും, ഗിരിയേട്ടാ എന്നിട്ട് അത് വാശി പിടിക്കും. അപ്പോൾ പിന്നെ മൊത്തത്തിൽ എന്താ പറയുക, അവിടുന്ന് ശരിക്കും ഫോൺ എടുക്കാൻ പോലും പറ്റിയിട്ടില്ല. എല്ലാവർക്കും അറിയാമല്ലോ, പിള്ളേരുണ്ടാകുമ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ല. പിന്നെ അത് കാരണം അങ്ങനെ പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ വണ്ടിയിൽ വരുമ്പോൾ എല്ലാവരും കിടന്ന് ഉറങ്ങി, പിള്ളേരെല്ലാവരും ഉറങ്ങി. ഞാനങ്ങനെ ഉറങ്ങുകയൊന്നും ചെയ്തില്ല. എന്നാലും കുഴപ്പമില്ല, എൻ്റെ ഒരുവിധം കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ എന്താ പറയുക, അങ്ങനെ ഇപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തി. ചെറിയ മോൻ ഉറങ്ങിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കുട്ടികൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.